ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണേ. ഒരു ഹെയർ പ്രിസർവേഷൻ ആണ് ഇത്. കീ ചെയിൻ ആയിട്ടാണ് നമ്മൾ ഈ ഹെയർ പ്രിസർവ് ചെയ്യാൻ പോകുന്നത്. UV റെസിൻ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രിസർവേഷൻ. ഇതൊരു നോർമൽ റെസിൻ പോലെ അല്ല. UV ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സെറ്റായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എപ്പോക്സി റെസിനൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പോലെ 24 hours ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കുറച്ച് UV റെസിൻ എടുത്തിട്ട് അതിലേക്ക് പേൾ വൈറ്റ് ആണ് മിക്സ് ചെയ്തിട്ട് ബേസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് UV ലൈറ്റിൻ്റെ അടിയിൽ വെക്കാം. ഇതാണ് UV ലാമ്പ്. ഇതിൽ ഓൺ ചെയ്യുമ്പം ഇതേപോലെ ബ്ലൂ ലൈറ്റ് ആയിരിക്കും. ഒരു 60 seconds ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവും. ഇനി നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഹെയർ വെച്ച് കൊടുക്കാം. ഹെയർസ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഹെയർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ട്രീ ആയിട്ട് ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നു. ഹെയർസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ UV റെസിൻ ആയതുകൊണ്ട് അത് അപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. കുട്ടി കുട്ടി കീ ചെയിൻസും അതുപോലെ തന്നെ ജ്വല്ലറീസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UV റെസിൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് യൂസ് ചെയ്യുമ്പം വേസ്റ്റേജ് ഭയങ്കര കുറവായിരിക്കും. മറ്റേ എപ്പോക്സി റെസിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റേജ് എന്താണേലും ഉണ്ടാവും. UV റെസിൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. ആ ചെറിയ ബോട്ടിലിന് തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവും. പിന്നെ ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഈ കീ ചെയിനും ജ്വല്ലറിയൊക്കെ പോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് UV റെസിൻ നല്ലതാണ്. ഈ ട്രീയിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞു ഫ്ലവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലിറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. പല സൈസിൽ വരുന്ന ഗ്ലിറ്റേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും വലിയ ഇത് വരുന്നത് ഞാൻ ട്രീയിൽ ഫുള്ള് കൊടുത്തിട്ട് താഴോട്ട് കുറച്ച് ചെറിയ സൈസിലുള്ളത് ഇങ്ങനെ താഴോട്ട് വീഴുന്ന പോലെ ഇങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തത്. ഓരോ ലെയറും UV ലൈറ്റിൽ വെച്ച് സെറ്റാക്കിയ ശേഷമാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത്. ഫൈനലായിട്ട് ഒരു ലെയർ റെസിനും കൂടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. നല്ല ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡർ ഒരു ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേറൊരു ഓർഡർ വന്നപ്പോഴത്തേക്കും അത് ഞാൻ അവിടെ നിർത്തി വെച്ചിട്ട് ഇത് അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. യൂഷ്വലി എല്ലാവരും ഡെക്കോ മാർക്കർ വെച്ചിട്ടാണ് ഇങ്ങനെ ബോർഡർ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഡെക്കോ മാർക്കർ ഇല്ലാത്തത് കൊണ്ട് ആ ഗോൾഡൻ കളർ പൗഡർ മീഡിയം ആയിട്ട് മിക്സ് ചെയ്തിട്ട് കീ ചെയിൻ്റെ 4 സൈഡിലും ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്ത്. ഡെക്കോ മാർക്കർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏതാ അടിപൊളിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് വലിയ പ്രശ്നമുള്ളത് എനിക്ക് തോന്നിയില്ല, നല്ലതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കീ ചെയിൻ്റെ ആ സംഭവമൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. എല്ലാം ഓൺലൈനിലും കിട്ടും. കീ ചെയിൻ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.